അടുത്തുള്ള ഒരു വനത്തില് ധ്യാനനിരയായി ഇരുന്നു. ശ്രീരാമചന്ദ്രന്റെ വനവാസകാലമായിരുന്നു അത്. ഭഗവാൻ ആ വനത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. ഭഗവാനെ കണ്ടയുടനെ വൈഷ്ണവി തിരിച്ചറിഞ്ഞു. സായുജ്യത്തിനായി പ്രാർത്ഥിച്ചു. ഭഗവാനില് ലയിച്ചുചേരുന്നതിനാണ് സായുജ്യമെന്ന് പറയുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാന് തിരിച്ചുവരുന്നതുവരെ തപസ് തുടരുക എന്ന് ഭഗവാന് പറഞ്ഞു. തിരിച്ചുവരുന്ന സമയത്ത് ഭഗവാൻ ഒരു വൃദ്ധനായി വേഷം മാറിയാണ് വന്നത്. ഇപ്രാവശ്യം വൈഷ്ണവിക്ക് ഭഗവാന് തിരിച്ചറിയാനായില്ല. ഭഗവാന് പറഞ്ഞു, എന്നില് ലയിക്കാന് മാത്രം തപശക്തി വന്നിട്ടില്ല. ഹിമാലയത്തിലെ ത്രികൂടപർവ്വത്തിൽ പോയി ഒരാശ്രമം കെട്ടി തപസ് തുടരുക. വൈഷ്ണവി ത്രികൂടത്തിൽ പോയി തീവ്രമായ തപസ്സനുഷ്ഠിക്കാന് തുടങ്ങി. ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗം വന്നു ചേർന്നു. ദേവിയുടെ തപസ് തുടർന്നുകൊണ്ടേയിരുന്നു. 11ാം നൂറ്റാണ്ടില് ഗുരു ഗോരഖനാഥ് എന്നൊരു മഹായോഗിയുണ്ടായിരുന്നു. ശ്രീരാമനും ദേവിയുക്കുമിടയില് നടന്ന കാര്യമെല്ലാം ഗോരഖനാഥിന്റെ ദിവ്യദൃഷ്ടിയില് തെളിഞ്ഞുവന്നു. അദ്ദേഹം ഒരിക്കല് തന്റെ ശിഷ്യനായ ഭൈരവനാഥിനെ ദേവിയെ തേടി ത്രികൂടപർവ്വതത്തിലേക്ക് അയച്ചു. ഒരു ഉഗ്രസിംഹത്തിനു മുകളിലേറി കൈയില് അമ്പും വില്ലുമേന്തി കുറെ വാനരന്മാരാല് ചുറ്റപ്പെട്ട ദേവിയെ ഒരു ഗുഹക്ക് സമീപത്തായി ഭൈരവനാഥ് അവിടെ കണ്ടു. ദേവിയുടെ സൗന്ദര്യത്തില് മയങ്ങിയ ഭൈരവനാഥ് താണുവണങ്ങുന്നതിനു പകരം ദേവിയോട് പ്രേമാഭ്യർത്ഥന നടത്തി.